Hi friends, welcome to Relax and Watch. നമ്മുടെ കിയ കാരൻസിനെ കുറിച്ചുള്ള ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കിയ കാരൻസിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് വൈപ്പർ. വൈപ്പറിൽ ഇപ്പം ഈ അടുത്തിപ്പോൾ 5 മാസം ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് തന്നെ 2 പ്രാവശ്യം വൈപ്പർ മാറ്റി. കമ്പനിയിൽ തന്നെയാണ് മാറ്റിയത്. പക്ഷേ എന്നിട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതിനകത്ത് പിന്നെയും ലൈൻ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേറൊരു പുതിയൊരു വൈപ്പർ വെച്ചു, ബ്ലോക്ക് പങ്കിൻ്റെ. അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പിട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇതിനകത്തൊരു മെയിൻ ഇഷ്യൂ കിയ കാരൻസിനെ കുറിച്ച് എനിക്ക് എന്താ പറയുക, വണ്ടിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം മൈലേജ് ആയാലും ശരി, പിക്കപ്പ് ആയാലും ശരി, നമുക്കൊരു ഡ്രൈവബിലിറ്റി ആണെങ്കിലും ശരി, എന്തായാലും നമുക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ വരുന്നൊരു വണ്ടിയാണ്. പിന്നെ 7 പേർ 8 പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന വണ്ടി. ഏറ്റവും ബാക്കിലത്തെ സീറ്റിലെ ആൾക്കാർക്ക് പോലും നന്നായിട്ട് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. സസ്പെൻഷനും നല്ലതാണ്, എല്ലാം നല്ലതാണ്. സോ അതിനെക്കുറിച്ച് ഒരു ചില കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ വൈപ്പറിൻ്റെ അത് കമ്പനിയെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹാലജനാണ്. ഇപ്പോൾ ഇതിൽ ഈ മോഡൽ നമ്മുടെ വന്നിട്ട് പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് തീരെ വെട്ടം കുറവാണ്. ഇപ്പം ഇപ്പോഴത്തെ വണ്ടികൾക്കെല്ലാം കമ്പനിയിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് വെട്ടം കുറവാണ്. പൊതുവേ എല്ലാവരും വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. 90-100ലേക്കും ഒക്കെ വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഇതും 55-60 ബൾബാണ് വരുന്നത്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ വണ്ടികൾ ഡിസയർ ആണെങ്കിലും ശരി, ഇറ്റിയോസ് ആണെങ്കിലും ശരി, ലോഗൻ ആണെങ്കിലും ശരി, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇതിൻ്റെ വെട്ടം തീരെ കുറവായിട്ടാണ് തോന്നിയത്. ഹൈവേയിൽ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, വണ്ടി ഓടിച്ചിരുന്ന എൻ്റെ സുഹൃത്തുക്കളും അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള വെട്ടം രാത്രി ഓടിക്കാൻ തീരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഈ റിഫ്ലക്റ്ററിൻ്റെ ഒരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന മാതിരി 2 ബീം ഇങ്ങനെ വരുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നല്ലൊരു വെട്ടം റോഡിലേക്ക് വരുന്നില്ല. ഡിം ഇടുമ്പോൾ നല്ല വെട്ടമുണ്ട്, ബ്രൈറ്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് തീരെ വെട്ടം കുറവ് പോലെ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ കമ്പനിയിൽ പറഞ്ഞപ്പോൾ അവർ തന്നെ LED ബൾബ് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ അതിന് അവർ ചാർജ് ചെയ്യുന്നത് 8500 രൂപ കണ്ടാണ്. ഓക്കെ. പിന്നെ ഞാൻ പുറത്തെ ഒരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ പോയിട്ട് മറ്റേ ഒരു GPNE എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു LED ബൾബ് വാങ്ങിച്ചിട്ടു. അത് ഡ്യുവൽ ലൈറ്റാണ്. നമുക്ക് വൈറ്റ് ലൈറ്റായിട്ട് ഉപയോഗിക്കാം, ഈ ഫോഗിലൊക്കെ ഇടാൻ, ഫോഗ് ലാമ്പായിട്ട്, യെല്ലോ ലൈറ്റായിട്ടും ഉപയോഗിക്കാം. സോ അങ്ങനത്തെ 2 ലൈറ്റുള്ള ടൈപ്പായിരുന്നു അത്. അപ്പം അത് വാങ്ങിച്ചിട്ടു. പക്ഷേ അതും എനിക്ക് അത്ര ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ LED ലൈറ്റിൻ്റെ എഫക്റ്റ്. നേരത്തെ ഹാലജൻ്റെ ഇത് ഞാൻ കാണിച്ചിരുന്നു. എനിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ചേഞ്ചസ് ഒന്നും അറിയാനില്ല. ഇത് വൈറ്റ് ലൈറ്റ്, അത് വന്നിട്ട് വാം ലൈറ്റ്, ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ LED നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ എൻ്റെ 2 സൈഡിലും, ആ മെയിൻ ബീമിൻ്റെ 2 സൈഡിലും നല്ലൊരു ബ്ലാക്ക് സ്പോട്ട് ശരിക്കും അറിയാനുണ്ട്. ഹാലജനിൽ പക്ഷേ അത്രയും അറിയാനില്ല. അതൊരുമാതിരി സ്കാറ്റേഡ് ലൈറ്റ് ആയതുകൊണ്ട് അധികം അറിയുന്നില്ല. ഇതിൽ പക്ഷേ അങ്ങനെയല്ല, നന്നായിട്ട് തന്നെ ആ ഒരു ഇതിപ്പം ഹൈ ബീമാണ്. ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, ശരിക്കും ആ ഒരു ബ്ലാക്ക് ഒരു കർവ് മാതിരി, ഒരു ബ്രാക്കറ്റ് മാതിരി അങ്ങനെ വരുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. ഡിമ്മ് അടിപൊളിയാണ്. ഡിമ്മിൽ നല്ല ത്രോ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ അടുത്ത ഏരിയയിൽ. ബ്രൈറ്റിനാണെങ്കിൽ ഈ പറഞ്ഞാൽ ദൂരേക്ക് വലിയ ത്രോ കിട്ടുന്നില്ല. സോ ഇതാണ് ഡിമ്മും ബ്രൈറ്റും ഉള്ള വ്യത്യാസം. പിന്നെ ഈ ലൈറ്റിന് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പായി മാറും. നല്ല ഡാർക്ക് യെല്ലോ ലൈറ്റ് കിട്ടും. വീണ്ടും ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ വൈറ്റ് ആവും. കണ്ടില്ലേ? സോ ഇങ്ങനത്തെ ഒരു ബൾബാണ് ഇട്ടേക്കുന്നത്. ഞാൻ ആ ബൾബ് മുമ്പേ കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ നല്ല മഞ്ഞുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തനിയെ ഫോഗ് ലാമ്പ് വെക്കേണ്ട ആവശ്യമില്ല, ഈ ലൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ഹാലജൻ, നമ്മുടെ ഈ കമ്പനിയിൽ വരുന്ന ഹാലജൻ ബൾബിനേക്കാൾ വലിയ മെച്ചമൊന്നും എനിക്ക് ഇതിൻ്റെ ലൈറ്റിൽ തോന്നിയില്ല. ഈ ഒരു വൈറ്റ് വാം ലൈറ്റ് കളർ വ്യത്യാസം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഡിമ്മിലിട്ടേക്കാണ്. ഡിമ്മിലിട്ടിട്ട് ഫോൺ അടിക്കുമ്പോൾ
കണ്ടില്ലേ, ഫ്ലിക്കറിങ് ആവുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നാളെ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. കണ്ടില്ലേ, നന്നായിട്ട് ഫ്ലിക്കറിങ് ആവുന്നു. പിന്നെ അതങ്ങ് റിട്ടേൺ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഇടയ്ക്കൊന്ന് ഡൽഹിയിൽ പോയിരുന്ന സമയത്ത്, അപ്പോൾ അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഒരു ക്വിക്ക് സോണിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബൾബ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കണ്ടപ്പോൾ ഔട്ട്പുട്ടൊക്കെ നന്നായിട്ട് തരുന്ന ഒരു ബൾബാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. 3000 രൂപയുള്ളായിരുന്നു ആ ബൾബിന്. അപ്പം ഇതാണ് സാധനം, ക്വിക്ക് സോണിക് ബ്രാൻഡ്. അപ്പം ഇതിൻ്റെ LED ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പ്രത്യേകം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ബൾബ് ഏതായാലും മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ H4 ടൈപ്പ് മാത്രമല്ല. സാധാരണ നമ്മൾ H4 ടൈപ്പ്, H1, HB എന്നൊക്കെ H2 എന്നൊക്കെ പറയുന്ന പോലെ H4 ആണ് നോർമലി വരുന്നതെങ്കിലും ഇതിന് H4/H19 ആണ്. ശരിക്കും H4 തന്നെ കുറച്ചും കൂടി ഒരു ചെറിയ മാറ്റമുള്ള ബൾബാണ് H19 എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊതുവേ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഈ H19 അങ്ങനെ അധികം കിട്ടാത്ത ബൾബാണ്. H4 ആണെങ്കിലും ഒരു ചെറിയ ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഈ ബൾബ് നോക്കിക്കഴിഞ്ഞാൽ 120 വാട്ട്സിൻ്റെ ആണ്. 12,000 വാട്ട്സ് ബ്രൈറ്റ്നസ്സും 6000 കെൽവിൻ ഔട്ട്പുട്ടുള്ളതാണ്. 6000 എന്ന് പറയുമ്പോൾ വൈറ്റ് ലൈറ്റ് ആണ്. 4500 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ഹാലജൻ്റെ വാം വൈറ്റ് ആയിരിക്കും. 3500 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഫോഗ് ലാമ്പ് പോലത്തെ യെല്ലോ ലൈറ്റ് ആയിരിക്കും. ഇപ്പോൾ 6000 എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആണെന്നേ ഉള്ളൂ. ഈ 12,000 വാട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം ഈ കമ്പനി ക്വിക്ക് സോണിക് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബൾബിനെ കുറിച്ച് ഞാൻ H4 എന്താണെന്നുള്ളത്, H19 എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ബൾബാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 പിന്നുള്ള ടൈപ്പാണ് ഈ H4 എന്ന് പറയുന്നത്. ഇതിൽ തന്നെ H19 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു നോച്ച് കണ്ടോ, ഈ നോച്ച് വരും, കാണാൻ പറ്റുന്നുണ്ടോ? ഈ 2 സൈഡിലും ഇവിടെയും ഇതിൻ്റെ ഇപ്പുറത്തും ഓരോ നോച്ച് വരും. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ഈ H19ൻ്റെ സോക്കറ്റിൽ ഇടാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ H4 ബൾബിൽ ഇവിടെ ചെറിയൊരു നോച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അതാണ് ആകെ ചെയ്യാനുള്ള ആൾട്രേഷൻ. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നേരത്തെയുള്ള ബൾബാണ്, മറ്റേത് വണ്ടിക്കകത്ത് കിടക്കുകയാണ്. അപ്പം ഇതാണ് സാധനം. ഇതാണ് സാധനം. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ബൾബാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആ കൺവെർട്ടർ ഡയോഡും വരുന്നുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ ഒരു കാര്യവും നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 5560 ബൾബാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വയറിംഗ് ഒക്കെ അതിൻ്റെ ആയിരിക്കും. അപ്പം അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള കൺവെർട്ടിംഗ് ഡയോഡും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ബൾബ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് H4 പിന്ന്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സിംഗിൾ പീസാണ്. നമ്മൾ ഇതിനകത്ത് വേറെ അഡീഷണലായിട്ട് ഒരു കാര്യവും ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ആ H19ൻ്റെ നോച്ച് കണ്ടില്ലേ. സോ ഇങ്ങനത്തെ നോച്ചുള്ള ബൾബായിരിക്കണം നിങ്ങൾ നോക്കി വാങ്ങിക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഈ നോച്ച് കൊടുത്തൊക്കെ വേണം ചെയ്യേണ്ടി വരുന്നത്. അപ്പം H19 എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനത്തെ നോച്ചുള്ള ടൈപ്പ് ബൾബുകൾക്ക് പറയുന്നത് H19 ആണ്. കോമൺ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത് H4 ആണ്. H4ൻ്റെ തന്നെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ H19 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ 3 ലോക്കുകളും അതിൽ ഒരു ലോക്ക് മേളിലോട്ടും അതിൻ്റെ 2 സൈഡിലായിട്ട് ഈ 2 നോച്ചും വരുന്ന മാതിരിയാണ് നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഡിമും ബ്രൈറ്റും ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഒരു പൊസിഷനിൽ മാത്രമേ ഫിറ്റ് ആവുള്ളൂ. പിന്നെ ഈ ബൾബ് ഇതിൻ്റെ കമ്പനിയിൽ വരുന്ന ആ സോക്കറ്റ് എടുത്ത് ഇതിലേക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മാറ്റുന്നത് നോക്കാം. അപ്പം നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ നേരെ പുറകിൽ പോയിന്റ് വെച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടാവും. ഈ ക്യാപ്പ് ജസ്റ്റ് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തതിന് ശേഷം പുറകിൽ വെളിയിലോട്ട് പുഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു നോച്ച് ഉണ്ടല്ലേ, ഒരു ലോക്ക് വരുന്ന സാധനം. സോ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കാവും, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ഇതിന് ശേഷം ചുമ്മാ ഇങ്ങനെ എടുത്താൽ മതി, അല്ലാണ്ട് ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ പുറകെ കൊടുത്തിരിക്കുന്ന വയറിങ് പ്ലഗ് നമ്മൾ ഊരിയിടുക. ഇത് ആ H4ൻ്റെ പ്ലഗ്ഗാണ് മുമ്പേ ഞാൻ കാണിച്ചിരുന്നത്. H4ൻ്റെ സെയിം സൈസ് പ്ലഗ്ഗാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഓക്കെ, സോ ഇപ്പം അതായിട്ടിരിക്കട്ടെ. നമുക്ക് ബൾബ് ആദ്യം പുറത്തെടുക്കാം. അപ്പോൾ ബൾബ് ആദ്യം പുറത്തെടുക്കുന്നതിന് ഇതിനകത്തൊരു കമ്പി കൊണ്ടുള്ളൊരു ലോക്കുണ്ട്.
ആ കാണുന്ന ഒരു ലോക്കില്ലേ, ഒരു കമ്പി വളഞ്ഞിരിക്കുന്ന മാതിരി ലോക്ക് ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം ആ ബൾബിൽ വിരൽ വെച്ച് പിടിച്ച് പതുക്കെ വെളിയിലോട്ട് ഊരി എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. വിരൽ വെച്ച് തന്നെ നമ്മൾ അതിലേക്കുള്ള പുറത്തോട്ടിങ് എടുക്കുക, പുറകിലോട്ടിങ് എടുക്കുക. അപ്പോൾ സൂക്ഷിച്ച് ആ ബൾബ് അതുവഴി പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ LED ബൾബ് ഫിറ്റ് ചെയ്യാം. സോ അതിൽ H90 നോച്ച് 2 മുകളിലേക്ക് വരുന്ന മാതിരി നോക്കിക്കൊള്ളുക. ഇതാണ് പൊസിഷൻ. ആ താഴെ കാണുന്ന ഫ്ലാറ്റായിട്ടുള്ള ഭാഗം താഴെയും ആ 2 നോച്ച് മുകളിലും വരുന്ന മാതിരിയാണ് പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ഡിമ്മും ബ്രൈറ്റും എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആ പൊസിഷനിൽ ഫിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. നമ്മൾ മുമ്പേ ബൾബ് ഊരിയെടുത്ത അതേ പൊസിഷനിലൂടെ ബൾബ് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ കാണുന്നത് ആ ഒരു ഹോളിൽ കൂടി ബൾബ് അകത്തേക്ക് വരുന്ന മാതിരി കൊണ്ടുവരിക. അവിടെ ഈ മുമ്പേ പറഞ്ഞ ആ 2 നോച്ച് ഉണ്ടാവും. സോ ആ ഭാഗം കൃത്യമായി എൻഗേജ് ആകത്തക്ക രീതിയിൽ നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറകിലുള്ള ആ കമ്പി ക്ലിപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്കായിക്കോളും. അപ്പോൾ ആ ക്ലിപ്പ് കറക്റ്റായിട്ട് ഇടുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടിരുന്നാൽ മതി. അത് ഉള്ളിൽ പോയി അങ്ങനെ അങ്ങ് ലോക്കായിക്കോളും. അതങ്ങനെ വലിയ ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടി എങ്ങനെ പ്രസ് ചെയ്തെടുത്തോ അതേപോലെ തന്നെ ഈ വയറിട്ടതിന് ശേഷവും ഇട്ട് കൊടുക്കുക. പിന്നെ കമ്പനിയിൽ നിന്ന് വരുന്ന ആ സോക്കറ്റിലേക്ക് ഇതിൻ്റെ പിന്നും എൻഗേജ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് തന്നെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ക്യാപ്പ് എടുത്തിടുക. ക്യാപ്പ് ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലോക്ക് മാതിരി ഉണ്ടാവും. അതിന് ആ ക്യാപ്പിൻ്റെ 4 സൈഡിലും ഓരോ ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് കറക്റ്റായിട്ട് എൻഗേജ് ചെയ്തൊക്കെ മാതിരി വെച്ചിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ലോക്കായിക്കോളും. അപ്പം ലൈറ്റ് 2 നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. രാത്രിയിൽ നമുക്ക് ആ ലൈറ്റിൻ്റെ പവർ എന്താണെന്നുള്ളത് ഇപ്പോൾ രാത്രിയിൽ നമുക്കിതിൻ്റെ വെട്ടമൊന്ന് നോക്കാം. ഞാൻ നേരത്തെ ഇട്ടിരുന്ന LED ലൈറ്റും ഇതും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും. സോ ഇതിനിപ്പോൾ നല്ല ത്രോ ഉണ്ട് എന്ന് മാത്രമല്ല ആ ബ്ലാക്ക് സ്പോട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. ഇതിപ്പോൾ ഹൈവേയിൽ പോകുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഹൈവേയിൽ പോകുമ്പോഴും ഈ പറഞ്ഞതുപോലെ നല്ല ത്രോ നമുക്ക് ശരിക്കും അറിയാനുണ്ട്. ഡിമ്മിടുമ്പോഴായാലും ശരി, ബ്രൈറ്റ് ഇടുമ്പോഴായാലും ശരി, ആ വെട്ടത്തിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് വരുന്ന ഹാലജനും ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. റോഡ് ഫുള്ളായിട്ട് ഇലുമിനേറ്റ് ആയിരിക്കുകയാണ്. നല്ല വെട്ടം ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഞാനിപ്പോൾ വാൽപ്പാറ മല ഇറങ്ങുന്ന സമയത്തെടുത്താണ്. റോഡിലെ വെട്ടം കണ്ടില്ലേ, എന്ത് നല്ലൊരു കവറേജാണ് കിട്ടുന്നത്. റോഡ് മുഴുവൻ നല്ല നിറഞ്ഞു നിൽക്കുന്ന വെട്ടമാണിപ്പോൾ ശരിക്കും. മറ്റേ കമ്പനിയിൽ നിന്ന് വരുന്ന ഹാലജനാണെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച മാതിരി ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് വെട്ടം തീരെ കുറവാണ് അതിന്. ഈ രാത്രിയിലത്തെ ഈ ലൈറ്റിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിനെ ഏറ്റവും അധികം നമുക്ക് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം അതിൻ്റെ വ്യത്യാസം കണ്ടല്ലോ, ഹാലജൻ LED തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഈ ലൈറ്റ് മാറ്റിയേ പറ്റൂ. അല്ലാതെ ഇത് പ്രസ്റ്റീജ് പ്ലസിനും, അതായത് മറ്റേ ഇവരുടെ ഈ ഹയർ എൻഡ് മോഡൽ ലക്ഷറി പ്ലസ് അല്ലാണ്ട് താഴോട്ടുള്ള എല്ലാ മോഡലുകൾക്കും ഒരേ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്, ഒരേ ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. അപ്പം അത് മാറ്റാണ്ട് വലിയ ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഈ ലൈറ്റിന് നല്ല ത്രോയും ഉണ്ട്. രാത്രി ഹൈവേയിലൊക്കെ നല്ല ത്രോയും ഉണ്ട്. ഡിം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അടുത്തുള്ള വിസിബിലിറ്റിയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്.
അപ്പം ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ പറഞ്ഞ കമ്പനി. കാരണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ വേറൊരു കമ്പനി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിന് ഇത്രയും ഔട്ട്പുട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. അത് പൈസ തിരിച്ച് വാങ്ങിക്കേണ്ടി വന്നു. അപ്പം ഈ ക്വിക്സോണിക് എന്ന് പറയുന്ന കമ്പനി, ഒന്നാമത് മെയിനായിട്ടുള്ള കാര്യം ഇത് H19 ആണ്. അപ്പം നമുക്ക് വേറെ അതിന് ആൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോക്കസിങ്ങും വളരെ കൃത്യമായിരിക്കും ഇതിന്. അപ്പം ഞാനിത് വാങ്ങിച്ചത് ഡൽഹിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡൽഹിയിൽ അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. 3500 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഈ സാധനം. നമുക്ക് ഇവിടെ വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു 6500 രൂപ 7000 രൂപയ്ക്ക് വില വരും. ആ ഒരു വ്യത്യാസം കൊണ്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലാണ്ട് ഇതിൻ്റെ തന്നെ എന്താ പറയുന്നത്, മിനി പ്രൊജക്ടർ ലെൻസ് വെച്ചിട്ടുള്ള ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പം ആ ലൈറ്റും ഈ ഡൂമിൽ സെറ്റാവും. കാരണം ഇതിൻ്റെ ഈ നമ്മുടെ ലൈറ്റ് കയറി വരുന്ന ആ ബൾബ് കയറി വരുന്ന ആ ഭാഗത്തിൻ്റെ വിട്ടെന്ന് പറയുന്നത് 38 മില്ലിമീറ്റർ എങ്ങാണ്ടാണ്. അപ്പോൾ ഈ പ്രൊജക്ടർ ലെൻസിൻ്റെ മിനി പ്രൊജക്ടർ ലെൻസ്, അപ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ വിട്ത്തും ഏതാണ്ട് 37, 36 അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഡൂമിൽ ആ സാധനം വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ സാധനം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതൊന്ന് ഫിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് തന്നെ ഞാൻ വളരെ കംഫർട്ടബിളാണ്. ഞാൻ മറ്റേത് മിനി പ്രൊജക്ടർ ലെൻസ് ആയതുകൊണ്ട് ഒന്ന് ഇട്ട് നോക്കിയാലോ എന്നുള്ള രീതിയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടല്ല മാറുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വന്നിട്ട് വളരെ കംഫർട്ടബിളാണ്. നല്ല റോഡിൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന ലൈറ്റാണ്. അതേപോലെ ത്രോ ആണെങ്കിലും ശരി, നല്ല ത്രോയും കിട്ടുന്നുണ്ട്. ഹൈവേയിൽ ഓടിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ അറിയാനില്ല. നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യം. പ്രസ്റ്റീജ് പ്ലസ് വെച്ചിരിക്കുന്ന പ്രസ്റ്റീജ് പ്ലസോ പ്രസ്റ്റീജോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ മോഡൽ വെച്ചിരിക്കുന്നവരാരായാലും തന്നെ ഈ ഹെഡ്ലൈറ്റ് മാറ്റുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. കാരണം പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നേരത്തെ നമ്മളൊക്കെ വണ്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെയുള്ള വണ്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടൗട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 90-100 ബൾബ് ഇടാൻ പറ്റുമായിരുന്നു. അപ്പം ഈ സാധനത്തിൽ അത് പറ്റില്ല. ഈ 90-100 വേണ്ടി നമ്മൾ കട്ടൗട്ടർ എന്തെങ്കിലും ഇട്ട് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. ഡിസ്പ്ലേയിൽ സംഭവം വരും, കറക്റ്റായിട്ടുള്ള ഇതല്ല ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസ്പ്ലേ വരും. നമുക്ക് എറർ കാണിക്കും. ഈ ചൂടാകുന്നു, ഹെഡ്ലൈറ്റിൻ്റെ ഏരിയ ചൂടാകുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് അല്ല എന്നുള്ള രീതിയിലുള്ള എറർ വന്നിട്ട് നമ്മുടെ ഡിസ്പ്ലേ ഏരിയയിൽ വരും. അപ്പം അത് 2-3 പേര്, കാരണം ഞാൻ ആ കടയിൽ പോയിരുന്നപ്പോൾ അവിടെ ഈ 90-100 ബൾബ് ഇടാൻ വേണ്ടി വന്ന ഒരാൾ ഇട്ടുകൊണ്ട് പോയിട്ട് അപ്പം തന്നെ സാധനം തിരിച്ചു കൊണ്ടുവന്നു വണ്ടി, ഈ ഡിസ്പ്ലേ വന്ന കാരണം. അപ്പോൾ അത് മാറ്റി കൊടുത്തു. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ വോൾട്ടേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ 55-60 എന്നുള്ളതിൽ മാറ്റി നമുക്ക് കട്ടൗട്ടറൊക്കെ വെച്ച് മറ്റുള്ള വണ്ടികൾ ചെയ്യുന്നത് പോലെ 90-100 ആക്കാൻ പറ്റില്ല. പിന്നെ ഉള്ള ഒരേ ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ ഹയർ ഔട്ട്പുട്ട് കിട്ടുന്ന LED മാറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പ്രശ്നം പക്ഷേ ലക്ഷറി പ്ലസ് വണ്ടിക്ക് ഉണ്ടെന്നാണ്, ലക്ഷറി പ്ലസ് വണ്ടികളുടെ LED ലൈറ്റിനും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അത് എനിക്ക് ഉറപ്പില്ല. കാരണം പലയിടത്തും ഞാനിങ്ങനെ വായിച്ചു അതിനെക്കുറിച്ച്. പല ഈ ലക്ഷറി പ്ലസിൻ്റെ ഓണേഴ്സും ഇത് ഇട്ടിട്ടുണ്ട്. അവരുടേതും LED ലൈറ്റ് ആണെങ്കിലും അതിനൊരു വെട്ടം കുറവ് അവരും നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ത്രോ കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ അവർക്ക് ഈ LED മാറ്റാനും പറ്റില്ല, ബൾബ് മാറ്റാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹാലജൻ ആകുമ്പോൾ നമുക്കത് മാറ്റിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, മറ്റവർക്കത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെയാണ് കേട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഈ ലക്ഷറി ഓണേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ LED ലൈറ്റിനെ കുറിച്ച് അഭിപ്രായം ഇതിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. വണ്ടിയെക്കുറിച്ചുള്ള ഇനിയുള്ള റിവ്യൂസ് വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും എൻ്റെ ട്രാവൽ വീഡിയോസും IRCTCയെക്കുറിച്ചുള്ള വീഡിയോസും ഒക്കെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പം അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.